അടുത്ത കൊല്ലത്തെ വിഷു ആയാലും ഇക്കൊല്ലത്തെ വിഷുവിൻ്റെ വീഡിയോസൊക്കെ ഇട്ട് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര ഉത്സാഹമാണ്. അതൊന്ന് എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ വോയിസ് കൊടുത്ത് അല്ലെങ്കിൽ പാട്ടും എടുത്ത് ഒന്ന് പുഷ്പിച്ച് പോസ്റ്റ് ചെയ്യാനായിട്ട് പെടുന്ന പാടുണ്ടല്ലോ, പാടുന്നൊന്നും പറയാൻ പറ്റില്ല, വെറും മടി, അത്രേ ഉള്ളൂ. ഇത് വിഷുവിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. പതിവിലേറെ നേരത്തെ എണീറ്റു, വേറെ ഒന്നുകൊണ്ടല്ല, ഇന്ന് എല്ലാവരും വരുന്നുണ്ട്. വിഷു ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഫാമിലിയും അതേപോലെ ഞങ്ങൾക്ക് വേറൊരു ഫാമിലിയും കൂടി ഉണ്ടല്ലോ, ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ വീഡിയോസൊക്കെ തുടക്കം മുതലേ കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും. പക്ഷേ ഇപ്പം എല്ലാവരും സ്പ്ലിറ്റായി പോയേക്കാണ്. കാരണം എല്ലാവർക്കും ഫാമിലിയായി, വിധം എല്ലാവരും ഇവിടെ സെറ്റിൽഡായി. എന്നാലും എന്തെങ്കിലും ഒക്കേഷൻസ് വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടാറുണ്ട് കേട്ടോ. അപ്പോൾ വിഷുവിൻ്റെ ഒന്ന് നമുക്ക് എല്ലാവർക്കും കാലിക്കറ്റ് പാരഗണിൽ പോയിട്ട് സദ്യ കഴിക്കാം എന്നായിരുന്നു നമ്മുടെ പ്ലാൻ കേട്ടോ. അങ്ങനെ ചാച്ചൻ വന്നു കഴിഞ്ഞപ്പോൾ 2 പൊതിയും കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോൾ പിള്ളേർക്കുള്ള ഷർട്ടും മുണ്ടും ഉണ്ടായിരുന്നു. ഷർട്ടും മുണ്ടും ചാച്ചൻ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഷർട്ട് റെഡ് കളറായിരുന്നു, ഒരു രസം ഉണ്ടായിരുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാങ്ങിച്ച ഷർട്ടാണ് കേട്ടോ, അത് നല്ല രസമുണ്ട്. പിന്നെ ചാച്ചന് ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊരു വൈറ്റും ബ്ലൂ ആയിരുന്നു ഷർട്ട്. പക്ഷേ അതിന് മാച്ചായിട്ടുള്ള സാരിയും ഡ്രസ്സും ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചാച്ചൻ പറഞ്ഞു ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് വാങ്ങിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് എനിക്കും കൂടി ഉള്ളത് വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ചാച്ചന് എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എന്നെ കൂട്ടിക്കൊണ്ട് പോവാണ്ട് വാങ്ങിച്ചിട്ട് വരില്ലേ അത്. എന്നാലും ഞാൻ പറയും ഒരുമിച്ച് പോയി ഡ്രസ്സ് വാങ്ങിക്കായിരുന്നു എന്ന്. പക്ഷെ രണ്ടും കണക്ക് തന്നെയാണ്. കാരണം ഒരുമിച്ച് പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ ചാച്ചൻ്റെ അടുത്ത് ചോദിക്കും ഇതൊക്കെയാണോ എന്നുള്ളത്. ആൾ ഓക്കെ ആണെന്ന് പറഞ്ഞാലേ എനിക്ക് വാങ്ങാൻ പറ്റുള്ളൂ. കാരണം വേറൊന്നുമല്ല, എനിക്ക് സെലക്ഷൻ ഇല്ല, അതാണ് സത്യം. ഞാൻ മുമ്പും ഏതൊക്കെയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് വീട്ടിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ വേറൊരാൾക്കും ഇഷ്ടപ്പെടില്ല. ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രസവും ഉണ്ടാവില്ല, അതാണ് വേറൊരു സത്യം. അത് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഡ്രസ്സ് വാങ്ങാറില്ല. ഒന്നല്ലെങ്കിൽ അമ്മേനോട് ചോദിക്കും, അല്ലെങ്കിൽ ചാച്ചൻ്റെ അടുത്ത് ചോദിക്കും. പക്ഷേ ഈ സാരി അടിപൊളിയാണ്. എനിക്കിതിനെ പറ്റി ബ്ലൗസ് ഉണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ ഒരു ഡാർക്ക് ബ്ലൂ ബ്ലൗസ് ഉണ്ടായിരുന്നു. ചാച്ചന് ആ ഒരു ഓർമ്മയിലാണ് പോയി വാങ്ങിച്ചതും. പക്ഷെ എൻ്റെ ബ്ലൗസ് ഡാർക്കും ഇത് കുറച്ച് ലൈറ്റായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, അമ്മയുടെ ഒരു സാരി ബ്ലൗസ് ഉണ്ടായിരുന്നു, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരാൾ ബെഡ്ഷീറ്റിൽ അപ്പിയിട്ട് വെച്ച്, പിന്നെ ആ ബെഡ്ഷീറ്റൊക്കെ മാറ്റി അത് ഫുള്ള് കഴുകി വൃത്തിയാക്കി അടുത്ത ബെഡ്ഷീറ്റൊക്കെ വിരിക്കണതിൻ്റെ ഒരു പെടാപ്പാടാണ് ഈ കാണുന്നത് കേട്ടോ. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാൻ നിൽക്കണ നേരത്ത് എന്തെങ്കിലും തിക്കും തിരക്കുള്ള സമയത്തായിരിക്കും ഇമ്മാതിരി പണിയൊക്കെ ഇവന്മാർ ഒപ്പിക്കുക. അപ്പോൾ ഇനി നമുക്ക് വിഷുവിൻ്റെ വീഡിയോസ് കുറച്ചായിട്ട് കാണാം കേട്ടോ.